ഹലോ അസ്സലാമലൈക്കും മക്കളെ. നമ്മളെ ആങ്ങളുടെ വൈഫ് മരിച്ചിട്ട് 7 ആ 7ൻ്റെ സമയത്ത് ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ, നമ്മളെ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനാണ് നമ്മൾ പോയത്. സാധാരണ പോക്ക് യത്തീംഖാനയിൽ ചോറ് കൊടുക്കാനാണ് സാധാരണ നമ്മൾ പോകാറുള്ളത്. എല്ലാവരും മരിച്ച നമ്മളെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാർ മരിച്ചിരിക്കുന്നു. നമ്മളെ ഉപ്പയും ഉമ്മയും ആങ്ങളമാരെ ഇപ്പം രണ്ടാമത്തെ ആങ്ങളുടെ വൈഫാണ് ഇപ്പോൾ മരിച്ചത്. അങ്ങനെ നമ്മളെ കുടുംബങ്ങളെല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ യത്തീംഖാനയിലേക്കാണ് എല്ലാവരും, നമ്മളെന്നല്ല എല്ലാവരും അങ്ങനെയാണല്ലോ കൊടുക്കാറ്. അപ്പോൾ അവിടേക്കാണല്ലോ അവിടെ ഇഷ്ടംപോലെ പിരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവർക്ക് പിരിവ് കുറവാണെന്ന് പറഞ്ഞു. കുറച്ച് ഉള്ളോട്ടാണ്, വാഴക്കാടാണിത്. പക്ഷേ ഇവർക്ക് പിരിവ് കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും പറ്റണവർക്ക് ഒന്ന് പോയി കാണാനും അവർക്ക് എന്താ വേണ്ടത് കൊടുക്കാനും ഒക്കെ പറ്റണോലൊക്കെ ചെയ്യുക. ഇൻഷാ അള്ളാ അതിൻ്റെ ഉള്ള പ്രതിഫലം ദുനിയാവിൽ ഇതിൻ്റെ ആഖിറത്തിലും ഉണ്ടാവുമല്ലോ. പക്ഷേ നമുക്ക് പഠിച്ചോൻ തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇവരൊക്കെ കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. മക്കളൊക്കെ ആയിട്ടൊന്നും പോകാൻ പറ്റാത്തൊരു, അന്ന് മക്കളൊക്കെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മക്കളെ കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷേ മക്കളൊക്കെ ഒന്ന് കാണണം. പഠിച്ച റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് അന്നേരം നമുക്ക് മനസ്സിലാവുള്ളൂ. എന്ത് തന്നാലും നമുക്ക് പരാതികളാണല്ലോ. ഇവരെ കണ്ടു കഴിഞ്ഞിട്ടല്ല മനസ്സ് സങ്കടം കൊണ്ടും സന്തോഷം കൊണ്ടും നിറയും. അള്ളാഹിനോട് ശുക്ർ ചെയ്താൽ നമ്മൾ മതിയാവില്ല. അത്രയും വിഷമിച്ചും പോയി കണ്ടിട്ട്. പക്ഷെ അവർക്ക് ഭക്ഷണം കൊടുക്കണ ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഒന്ന് വീഡിയോ എടുത്താലോ എന്ന് ഞാൻ ആലോചിച്ചത്. പക്ഷെ ഇൻഷാ അള്ളാ എല്ലാവരെ കൊണ്ട് പറ്റണോല് ഒന്ന് പോയി കാണുക. ഒരു നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, പറ്റണോല് സഹായിക്കുക. ഇൻഷാ അള്ളാ ദുനിയാവിലും ആഖിറത്തിലും ഗുണം കിട്ടുന്ന കാര്യമാണല്ലോ. പറ്റണോലൊക്കെ ചെയ്യാം കേട്ടോ. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.